അതിനൊപ്പമുള്ള എല്ലാ കൊടികളും വഹിച്ചിട്ടുള്ള ആനകൾ അടിയന്തരമായി ജാലത്തിന്റെ മുന്നിൽ അണിനിരക്കേണ്ടതാണ്. ജാലം കൊടി വഹിച്ചിട്ടുള്ള ആനയും തൊട്ടു പിന്നിലായി നറുക്കെടുപ്പ് ഊഴത്തിലൂടെ സ്ഥാനം ലഭിച്ചിട്ടുള്ള എല്ലാ കൊടിയേറ്റ കാഴ്ച കമ്മിറ്റിക്കാരുടെ ആനകളും ജാലം പരിസരത്തേക്ക് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾ ആനകൾക്ക് കടന്നു വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. ജാലത്തിന്റെ മുകളിലുള്ള എല്ലാവരും താഴെ ഇറങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം ആനയെ പടിഞ്ഞാട്ട് മാറ്റി എല്ലാ ആനകൾക്കും കോച്ചുവിലിങ്ങേണ്ട കാര്യം പാപ്പാന്മാർ മറക്കരുത്. ജാറം കോമ്പൗണ്ടിലേക്ക് ആനകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ കോച്ചുവിലിങ്ങേണ്ടതാണ്. അടുത്തതായി NC അലിയുടെ വസതിയിൽ നിന്നും ഒന്നാം നമ്പർ NC അലിയുടെ വസതിയിൽ നിന്നും പുതുമനശ്ശേരി NC അലിയുടെ നേതൃത്വത്തിലെത്തിയ ഒന്നാമതായിട്ട് കയറ്റേണ്ടതാണ്. രണ്ടാമതായി പള്ളത്തുപറമ്പ് ദഫ്രിഫായി. മൂന്നാമതായി PV ഹനീഫ, മമ്രസായി ഇല്ലത്ത് പരേതനായ മാമു എന്നിവരുടെ വസതിയിൽ നിന്നും കൊണ്ടുവരുന്ന കൊടി ഈ വർഷം ഹനീഫയുടെയും ഗഫൂർ ഉസ്താദിന്റെയും വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നു. മൂന്നാമതായി PV ഹനീഫ, ഒന്നാമത് NC അലിയുടെ വസതിയിൽ നിന്നും, രണ്ടാമത് പള്ളത്തുപറമ്പ് ദഫ്രിഫായി. لا إله